പരിയത്തുകാവിൽ ചില മുതലെടുപ്പുകൾക്ക് ശ്രമിക്കുന്നുണ്ട് CPM. അവിടെ അടിയന്തര ഇടപെടലുകൾക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മന്ത്രി റോജി എം ജോണിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും CPM വീണുകിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമുണ്ടായിട്ടും പരിയത്തുകാവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത CPM ഇപ്പോൾ കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. പരിയത്തുകാവിൽ പെരുമ്പാവൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കുടിയൊഴിപ്പിക്കലിന് ഉത്തരവിട്ടിരിക്കുന്നത്. എന്നിട്ടും അത് സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് CPM ചെയ്യുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് കുന്നത്ത് നാട്ടിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട PV ശ്രീനിജനാണ്. ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണിതെന്നും താൻ MLA ആയിരുന്ന കഴിഞ്ഞ 5 വർഷവും കോടതി ഉത്തരവുണ്ടായിട്ടും ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ശ്രീനിജൻ വ്യക്തമാക്കുന്നുണ്ട്. പരിയത്തുകാവിൽ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ പോലീസ് എത്തിയത് സംഘർഷത്തിൽ കലാശിച്ചതോടെ കുടിയൊഴിപ്പിക്കൽ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് PV ശ്രീനിജൻ സ്ഥലത്തെത്തിയത്. തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണിത്. കോടതി ഉത്തരവുകളുണ്ടായിട്ടും കഴിഞ്ഞ 5 വർഷം പരിയത്തുകാവിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് LDF സർക്കാർ എടുത്തത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഈ സർക്കാർ അധികാരത്തിലെത്തി 3ാം ദിവസം ഇതാണോ ഈ സർക്കാരിന്റെ ദളിത് വിഭാഗങ്ങളോടുള്ള സമീപനം എന്ന് സംശയിക്കുകയാണ് എന്നൊക്കെ തട്ടിവിടുന്നുണ്ട് PV ശ്രീനിജൻ. എന്നാൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDFും CPMും എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് പരിയത്തുകാവിലെ വോട്ടർമാർ. അതിന് പക്ഷേ ശ്രീനിജന് മറുപടിയില്ല. വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വി.ഡി. സതീശൻ ഇടപെട്ടത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോജി എം ജോണിനോട് വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ചർച്ചകൾ നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് വി.ഡി. സതീശൻ. 100 വർഷമായി ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കുടിയൊഴിപ്പിക്കാൻ വരുമ്പോൾ അവർക്ക് പുനരധിവാസത്തിനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കണമെന്നാണ് ശ്രീനിജൻ പറഞ്ഞത്. 10 വർഷം ഭരിച്ചിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കാതിരുന്ന CPM നേതാക്കൾ ഇപ്പോൾ ആളാകാൻ വരുന്നതിനെ എതിർക്കുന്നുണ്ട് നാട്ടുകാർ. വീഡിയോ കാണാം. ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. ഈ അധികാരം കിട്ടുന്നതിന് 10 വർഷം നിങ്ങൾ ഭരിച്ചവരാണ്. പാവപ്പെട്ടവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള